അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്താണ് കുമ്പിട്ടെന്ന് പറിക്കണമെന്നേക്കാരം വിചാരിക്കല്ലേ. അപ്പോൾ അത് നന്നാരിയാണ് കേട്ടോ. നന്നാരി പറിച്ചെടുക്കണം. അപ്പോൾ അത് നോക്കുമ്പോൾ അത് ചെറിയ വണ്ണല്ലാത്ത വരാണ്. അപ്പോൾ അത് നന്നാരിയല്ല കേട്ടോ, അത് അനീനെ പറിച്ചു തന്നതാണ്. അത് നന്നാരിയല്ലായിരുന്നു, അത് നന്നാരിയാണ്. മണത്ത് നോക്കിയിട്ടുള്ള പറയുന്നത് നന്നാരിയാണ്. അപ്പോൾ അതൊക്കെ പറിച്ചൽ കഴിഞ്ഞ് വന്ന് ചെമ്പരത്തിപ്പൂ പറിക്കുക കേട്ടോ. അതും പറിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിനായിട്ടുള്ള വെള്ളം ചൂടാവാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് ചെമ്പരത്തിപ്പൂ ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ഇതൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ വേണ്ടാത്ത ഇതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഞാൻ ചെമ്പരത്തിയുടെ നല്ല വശങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇതളുകൾ ആക്കി എടുത്തിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴുകിയെടുത്ത് വന്നപ്പോഴത്തേന് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇട്ടതിന് ശേഷം പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. തിളക്കണമെന്നൊന്നുമില്ല, ഒന്ന് ചൂടായാൽ മതി. ഇത് വെള്ളം തിളച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒന്ന് ചൂടായി നല്ലതുപോലെ തിളക്കണമെന്നില്ലായിരുന്നു. ആ കുമിളകളൊക്കെ വരില്ലേ, ആ സമയത്ത് ആയാലും മതി. ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നാലും ആ ചുവപ്പ് നിറം ഫുള്ളായിട്ട് അതിൽ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം മാറ്റണം കേട്ടോ. ഒക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ അതിലത്തെ ഓരോ ഇതളുകളൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഞാൻ വെള്ളം ചൂടാറാൻ വെച്ചിട്ട് ഞാൻ നന്നായി ഇതിൻ്റെ വേരിൻ്റെ അതിൻ്റെ ബ്രൗൺ കളറിലുള്ള തൊലി കളയണം കേട്ടോ. അപ്പോൾ അതൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ അത് ആണെങ്കിൽ പ്രയാസം വേഗം കിട്ടലുണ്ട്. ഇതെന്താണെന്നാവോ, ചില ഭാഗത്തത്തെ വേഗം പോരുന്നുണ്ട്, ചിലത് വേഗം പോരുന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മേലത്തെ ഇത് മാത്രം, പരിപ്പ് മാത്രമേ എടുക്കുള്ളൂ. ഒരു പരിപ്പ് പോലെ സാധനം അത് മാത്രമേ എടുക്കുക. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വരാട്ടെ ഞാൻ. ഞാനങ്ങനെ അതിൻ്റെ പരിപ്പുകൾ മാത്രം ഇതാക്കി എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പൊക്കെ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ തന്നെ നല്ലതെന്ന് പോലെ മണം ഉണ്ടായി കേട്ടോ. ഞാൻ അപ്പത്തിന് അതൊക്കെ വെള്ളം ചെമ്പരത്തി വെള്ളം അതൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കൊരു നാരങ്ങയാണ് പിഴിഞ്ഞ് കൊടുക്കുന്നത്. ഫുള്ളായിട്ടൊരു നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നാരങ്ങ ഇതായി വന്നപ്പോൾ പിഴിഞ്ഞ് കൊടുക്കുമ്പോൾ
നല്ലൊരു റെഡ് കളറിൽ വരും കേട്ടോ. അത് നാരങ്ങ പിഴിഞ്ഞ് അത് കണ്ടോ, ഒരു നല്ലൊരു കളറിലായി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ ജ്യൂസും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമല്ലേ, കാറ്റും തൊണ്ടക്കൊക്കെ നല്ല വളർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമല്ല, ഞാൻ ഓരോ ദിവസം ഓരോ ജ്യൂസായിട്ട് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നാരി പരിപ്പിൻ്റെ മണമൊക്കെ ഉണ്ടായി, നന്നാരിയുടെ സ്മെല്ല് ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടോ റെഡ് കളറിലായി വന്നിട്ടുണ്ട്. നാരങ്ങ ഒരു ഫുള്ള് നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വീഞ്ഞ് എടുത്തിട്ട് ഞാൻ മധുരം ഇട്ടിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ ഇപ്പോൾ അതൊരു കോഡ് ഭാഷയാണ്. എന്ത് സംസാരിക്കുമ്പോഴും അപ്പോൾ ഇപ്പോൾ പിന്നെ ട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു ട്ടോ ഇതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും